ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, അഞ്ച് സമയങ്ങള് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ ഉയർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകും. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകും. കടങ്ങളില്ലാതെ സന്തോഷത്തോടെ റാഹത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകും. ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ, ഒരാളുടെ മുന്നിലും തലകുനിക്കാതെ അന്തസ്സോടെ അഭിമാനത്തോടെ റാഹത്തോടെ ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകും. അതുപോലെ തന്നെ നമ്മളെ കുടുംബ ജീവിതത്തിലും നമ്മളെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ വലിയ സന്തോഷവും ഐക്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഏതാണ് ആ അത്ഭുതകരമായ 5 സമയങ്ങളെന്ന് നമുക്ക് വിശദമായി പഠിക്കാം. റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുതെന്ന് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റി കൊടുക്കട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, 5 സമയങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട അത്ഭുതകരമായ 5 സമയങ്ങളുണ്ട്. ഈ 5 സമയങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വലിയ ഉയർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. വച്ചടി കയറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകും. കടങ്ങളില്ലാതെ റാഹത്തോടെ ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകും. ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ, ഒരാളുടെ മുമ്പിലും തലകുനിക്കാതെ അന്തസ്സോടെ അഭിമാനത്തോടെ റാഹത്തോടുകൂടെ ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തില്, നമ്മളെ ദാമ്പത്യ ജീവിതത്തില്, നമ്മളെ കുടുംബ ജീവിതത്തില് വലിയ ഹാപ്പിയും ഐക്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഏതാണ് ആ 5 കാര്യങ്ങള്? അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ ഈ 5 കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ ഈ 5 കാര്യങ്ങൾ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ സമയം മഗ്രിബ് നിസ്കാരത്തിന്റെ തൊട്ടു മുമ്പുള്ള സമയമാണ്. മഗ്രിബ് നിസ്കാരത്തിന്റെ മുമ്പുള്ള സമയമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. നമ്മൾ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ്. അതുകൊണ്ടാണ് പഴയകാലത്തെ ഈമാനും തഖ്വയും ഒക്കെ ഉള്ള ഉമ്മമാരും ഉപ്പമാരൊക്കെ മഗ്രിബ് നിസ്കാരത്തിന്റെ തൊട്ടു മുമ്പായി വുളു എടുത്ത് ഫ്രഷായി നിസ്കരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ദിക്റുകളും സലാത്തുകളും ചൊല്ലിയിരുന്നു. പള്ളികളിൽ നിന്നൊക്കെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് കേട്ടിരുന്നു. എന്നത് ചൊല്ലാനൊന്നും ആളില്ല. ഇന്ന് ബാങ്ക് കൊടുക്കണം, പള്ളിയിലേക്ക് വരാൻ ബാങ്ക് കൊടുക്കാൻ കാത്തിരിക്കുകയാണ്. അതിന്റെ മുമ്പ് പള്ളിയിലേക്ക് വരൂല. ഇന്നതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, മഗ്രിബ് നിസ്കാരത്തിന്റെ തൊട്ടു മുമ്പുള്ള സമയം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാന്മാര് പറയുന്നു, തുഫ്തഹു അബ്വാബുസ് സമാഅ്, ആകാശത്തിന്റെ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് തുറക്കപ്പെടുകയാണ്. ശ്രദ്ധിക്കണേ. എന്താ പറഞ്ഞത്? ആകാശത്തിന്റെ അഥവാ റഹ്മത്തിന്റെ കവാടങ്ങൾ മഗ്രിബ് നിസ്കാരത്തിന്റെ തൊട്ടു മുമ്പുള്ള സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറക്കുകയാണ്. വയുസ്തജാബു ദുആഉൽ മുസ്ലിം, മുസ്ലിമിന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. അത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമ്മളെ അവസ്ഥ എന്താ? മഗ്രിബ് നിസ്കാരത്തിന്റെ തൊട്ടു മുമ്പേക്കാണ് നമ്മളെല്ലാവരും കുളിപ്പരിയില്, മക്കളും ഉമ്മയും ഇപ്പിയും എല്ലാവരും പാടെ കുളിപ്പരിയിലേക്ക് കയറുന്ന ഒരു സമയമാണ് മഗ്രിബിയുടെ തൊട്ട് മുമ്പുള്ള സമയം. ആ മുമ്പുള്ള സമയത്ത് കുളിപ്പരിക്ക് കയറാൻ തന്നെ പാടില്ല. ഏതൊക്കെ സമയത്ത് കുളിക്കാൻ പാടില്ല എന്ന് നമ്മൾ മുമ്പൊരു മജ്ലിസിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഗ്രിബ് നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പല്ല കുളിക്കുക, നേരത്തെ കുളിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, മഗ്രിബ് നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയത്ത് നമ്മൾ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലണം, തസ്ബീഹുകൾ അധികരിപ്പിക്കണം. മാത്രമല്ല നമ്മളെ കാര്യങ്ങളൊക്കെ
അള്ളാഹിനോട് പറയണം. അള്ളാഹുവിനോട് പറയാൻ പറ്റിയ ഒരു സമയമാണ് മഗ്രിബ് നിസ്കാരത്തിന്റെ മുമ്പുള്ള സമയമെന്ന് പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധയിൽ വെക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സമയം സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള സമയമാണ്. സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയത്ത് മുഅ്മിനീങ്ങൾക്ക് എണീക്കാൻ കഴിയുള്ളൂ. സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള സമയത്ത് മുഅ്മിനീങ്ങൾക്കും തഖ്വയുള്ള ആളുകൾക്കും അള്ളാഹുവിനെ ഭയമുള്ള ആളുകൾക്ക് എണീക്കാൻ കഴിയുള്ളൂ. അഫ്ദലുൽ അഅമാലി ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ അമല് ഖബ്ലൽ ഫജ്രി, സുബ്ഹിന്റെ മുമ്പുള്ള അമലാണ്. സുബ്ഹിന്റെ മുമ്പ് ഒരാൾ ദുആ ചെയ്താൽ പ്രത്യേകം അള്ളാഹു അവന്റെ പ്രാർത്ഥന പരിഗണിക്കും. സുബ്ഹിന്റെ മുമ്പ് ഒരാൾ ദിക്റും സ്വലാത്തും തസ്ബീഹും ചൊല്ലിയാൽ പ്രത്യേകം അവന്റെ പ്രാർത്ഥനയും തസ്ബീഹും ദിക്റുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയാണ്. മാത്രമല്ല വഖ്തുൽ ഇജാബത്തി, പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു സമയമാണ് സുബ്ഹിന്റെ മുമ്പുള്ള സമയം. ആ സമയത്ത് ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ധാരാളം ഓതണം. ആ സമയത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കല്ല. സുബ്ഹി നിസ്കാരത്തിന് മുമ്പ് എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കല്ല. ആ സമയം മുതലാക്കണമെന്ന് അതാ പറഞ്ഞത്. ഇങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ മുതലാക്കണം. ദ്വാരക്കേണ്ട സമയമാണ്. അള്ളാഹുവിനോട് സംസാരിക്കുകയാണ്. അള്ളാഹു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബ, അടിമയും ഉടമയും തമ്മിലുള്ള സംസാരം, അതിന് പറ്റിയ സമയമാണ് സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ്. ആ സമയത്ത് ആഖിറത്തിനെ കുറിച്ച് അള്ളാഹുവിനോട് ധാരാളം പറയണം. ഖബർ ശിക്ഷയെ തൊട്ട് കാവല് ചോദിക്കണം, നരക ശിക്ഷയെ തൊട്ട് കാവല് ചോദിക്കണം, സ്വർഗം ചോദിക്കണം, ആഖിറ വിജയം ചോദിക്കണം, ഹിസാബ് എളുപ്പമാക്കി തരണമെന്ന് ചോദിക്കണം, അർശിന്റെ തണൽ ചോദിക്കണം, ഹൗദുൽ കൗസർ ചോദിക്കണം. ഇതൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു സമയമാണ് സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള സമയം. ആ സമയം പ്രത്യേകം നമ്മൾ പരിഗണിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ സമയം ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയമാണ്. ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. പലരും അശ്രദ്ധരായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം, ആ സമയത്ത് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പാടില്ല. വീടിന്റെ ഡോർ അടച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് സൂറത്തുൽ വാഖിയ ഓതണം. അതുപോലെ തന്നെ തബാറക സൂറത്ത് ഓതണം, സൂറത്തുൽ മുൽക്ക് ഓതണം. അള്ളാഹുവിനോട് നമ്മളെ കാര്യങ്ങളൊക്കെ പറയണം, ദിക്റുകളും സലാത്തുകളൊക്കെ ചെല്ലണം. ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും പുറത്താണ്, വീടിന്റെ ഉള്ളിൽ ആരുമില്ല. ഇന്ന് അങ്ങനെയാണ്, ആ കാലൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാ ആളുകളും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. പഴയ കാലത്ത് അങ്ങനെയല്ല. മഗ്രിബിന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീടിന്റെ ഉള്ളിൽ കയറിയ പിന്നെ പുറത്തേക്ക് ഇറങ്ങൂല, പിന്നെ രാവിലെ ആവണം പുറത്തേക്ക് ഇറങ്ങാൻ. ഇന്ന് അങ്ങനെയല്ല. സ്ത്രീകളും കുട്ടികളും ഉമ്മമാരും സഹോദരിമാരും ഒക്കെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഷോപ്പിങ്ങിന് പോകുന്നത്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്, പുറത്തേക്ക് പോവുകയാണ്. അതിനൊന്നും ഞാൻ എതിർക്കുകയല്ല. പക്ഷേ ഇശാ മഗ്രിബിയുടെ ഇടയിലുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും. ആ സമയം സിയാദത്ത്, വർധനവുണ്ടാകുന്ന സമയമാണ്. സാമ്പത്തികമായ അഭിവൃദ്ധി അല്ലാഹു നൽകുന്ന സമയമാണ്. വൽ ബറകത്തു ഫി റിസ്ഖി, ഭക്ഷണത്തില്, സമ്പത്തില്, കുടുംബത്തില്, മക്കളിലൊക്കെ അള്ളാഹു ധാരാളം ബറക്കത്ത് നൽകുന്ന സമയമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ സമയം പ്രത്യേകം ശ്രദ്ധിക്കണം. പഴയ കാലത്തൊക്കെ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഈമാനുള്ള തഖ്വയുള്ള വീടുകളിൽ നിന്നൊക്കെ സൂറത്തുൽ വാഖിയ അങ്ങനെ കേൾക്കും. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് ഇങ്ങനെ കേൾക്കും. അതുപോലെ തന്നെ മൗലൂദ് പാരായണം കേൾക്കും. നഫീസത്ത് മാല പാരായണം ചെയ്യുന്നത് കേൾക്കും. അതുപോലെ തന്നെ മുഹിയത്തി മാല പാരായണം ചെയ്യുന്നത് കേൾക്കും. ഇന്ന് അതൊന്നും കേൾക്കുന്നില്ല. ഇന്ന് റിയാലിറ്റി ഷോകളാണ് നമ്മളെ വീട്ടിൽ നിന്ന് കേൾക്കുന്നത്, ഗാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആത്മീയത നഷ്ടപ്പെടുകയാണ്. ആത്മീയത നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾക്ക് ഇവിടെയൊന്നും പഴയ കാലത്തൊന്നും കേൾക്കാത്ത മാരകമായ രോഗങ്ങൾ കേൾക്കാൻ തുടങ്ങി, പ്രശ്നങ്ങൾ കേൾക്കാൻ തുടങ്ങി, ദുരന്തങ്ങൾ കേൾക്കാൻ തുടങ്ങി, ദുരിതങ്ങൾ കേൾക്കാൻ തുടങ്ങി, ബുദ്ധിമുട്ടുകൾ കേൾക്കാൻ തുടങ്ങി. അള്ളാഹു കാക്കട്ടെ. അപ്പൊ ഇശാ മഗ്രിബിയുടെ ഇടയിലുള്ള സമയം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. അള്ളാഹു പ്രത്യേകം പരിഗണിക്കുന്ന സമയമാണെന്ന് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട നാലാമത്തെ ഒരു സമയമാണ് സുബ്ഹിന്റെ ശേഷമുള്ള സമയം. സുബ്ഹിന്റെ മുമ്പുള്ള സമയവും വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷമുള്ള സമയവും വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു പ്രത്യേകം ഭക്ഷണത്തിൽ വിശാല നൽകുന്ന സമയമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീവിയോട് പറഞ്ഞു, യാ ബുനയ്യ ഖൂമി വലാ തകൂനി മിനൽ ഗാഫിലീൻ. ഫാത്തിമ, നീ അശ്രദ്ധരാവരുത്. ഫാത്തിമ, നീ കിടന്നുറങ്ങരുത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണത്തിൽ വിശാല നൽകുന്ന
നൽകുന്ന സമയമാണ്. എണീക്കണം ഫാത്തിമ. ഫാത്തിമ ബി കടന്നുറങ്ങിയിരുന്നു സുബഹിസ്കാരത്തിന്റെ ശേഷം. അള്ളാഹുവിന്റെ റസൂൽ പറയും, എണീക്കണം ഫാത്തിമ, ഇത് ഉറങ്ങാനുള്ള സമയമല്ല ഫാത്തിമ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സുബഹിന്റെ ശേഷമുള്ള സമയത്തിന് എത്ര ശ്രേഷ്ഠതയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തികൾക്ക് പ്രഭാത സമയത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, പ്രഭാത സമയത്ത് ബറക്കത്ത് ചെയ്യണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സുബഹിന്റെ ശേഷമുള്ള ഈ സമയത്തിന് ഇത്ര പവിത്രത ഉണ്ടാകാനുള്ള കാരണം. ആ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ആരോഗ്യം വരെ നഷ്ടപ്പെട്ടു പോകും, മാരകമായ രോഗങ്ങൾ പിടിപെടുകയാണ്. ആ സമയത്ത് ആരാധനകൾ ചെയ്യണം. സൂര്യൻ ഉദിക്കുന്നത് വരെ ഇബാദത്ത് ചെയ്യണമെന്ന് വലിയ വലിയ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, സുബഹിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ഇബാദത്തിലായി മുഴുകണമെന്ന്, ദിക്റിലായും തസ്ബീഹിലായും മുഴുകണമെന്ന്. പിന്നെ എങ്ങനെ നമ്മൾ കടന്നുറങ്ങല്? അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചാമത്തെ ഒരു സമയമാണ് ളുഹാ നിസ്കാരത്തിന്റെ സമയമെന്ന് പറയുന്നത്. ഏകദേശം ഒരു 8:15 മണിയാണ് ആ ളുഹാ നിസ്കാരത്തിന്റെ സമയമെന്ന് പറയുന്നത്. ചില ആളുകൾ രാത്രി കിടന്നുറങ്ങിയിട്ട് 10 മണിക്കും അതുപോലെ 11 മണിക്കൊക്കെയാണ് എണീക്കുക. ചെറുപ്പക്കാര്, നല്ല ആരോഗ്യമുള്ള യുവതികള്, നല്ല ആരോഗ്യമുള്ള ഉമ്മമാര് രാത്രി കിടന്നുറങ്ങിയിട്ട് സുബഹി നിസ്കരിക്കാതെ ളുഹന്റെ സമയത്ത് എണീക്കാതെ 10 മണിക്കും 11 മണിക്കൊക്കെ എണീക്കുന്ന ആളുകളുണ്ട്. അവരെ ജീവിതത്തിൽ ഒരിക്കലും ബർക്കത്തുണ്ടാവൂല, അവരെ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവൂല. എപ്പോഴും ഉറക്കം തൂങ്ങിയിട്ടേക്കാരം, ഒരു സുഖം ഉണ്ടാവൂല, ഒരു സന്തോഷം ഉണ്ടാവൂല. എന്റെ പ്രിയമുള്ളവരെ, ളുഹാ സമയം എന്ന് പറയുന്നത് നമ്മളുടെ ദുനിയാവിന്റെ കാര്യങ്ങൾ ചോദിക്കേണ്ട സമയമാണ്, നല്ല ജോലി ചോദിക്കേണ്ട സമയമാണ്. ളുഹാ നിസ്കരിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ജോലിയിലേക്ക് പോയി നോക്ക്, നല്ല റാഹത്തുണ്ടാകും, നല്ല സന്തോഷം ഉണ്ടാകും. ആ ദിവസം ടെൻഷൻ ഉണ്ടാകൂല. നല്ല വീട് ചോദിക്കേണ്ട സമയമാണ്, റബ്ബിനോട് നല്ല വീട് ചോദിക്കേണ്ട സമയമാണ് ളുഹ സമയം. നല്ല വാഹനം ചോദിക്കേണ്ട സമയമാണ്, നല്ല മക്കളെ ചോദിക്കേണ്ട സമയമാണ്. ആ സമയത്തിനെ പല ആളുകളും പരിഗണിക്കാറില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പരിഗണിച്ചാൽ നമ്മളെ ജീവിതത്തിൽ വെച്ചടി കയറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. വലിയ ഉയർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുമെന്നുള്ളതാണ്. ഈ 5 സമയങ്ങൾ പ്രത്യേകം ഞാനും നിങ്ങളും ശ്രദ്ധിക്കണമെന്ന് ഞാൻ വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾ ഈ പറഞ്ഞ 5 സമയങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാനും ആ സമയങ്ങളിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. നല്ല നല്ല ദിനരാത്രങ്ങളാണ് ഞങ്ങളിലേക്ക് കടന്നു വരുന്നത്. ആ ദിനരാത്രങ്ങളിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് കാണുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. കടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളെ കടക്കാരായി മരിപ്പിക്കല്ല അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. മക്കളിലും കുടുംബത്തിലും സന്തോഷം നൽകണേ റഹ്മാനെ. നല്ല വാഹനം നൽകണേ അല്ലാ. നല്ല വീട് നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ലാ. ഒരുപാട് രോഗമുള്ള ആളുകള്, പല അസുഖമുള്ള ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ. സിഹ്ർ, കണ്ണേറുകളെ തൊട്ട്, പൈശാചികമായ ശർറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ഒരാളുടെ മുന്നിൽ തലകുനിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. സ്വർഗ്ഗം നൽകണേ അല്ലാ. ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യ, മക്കള്, കുടുംബക്കാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളെ അയൽവാസികളുണ്ട്, ജ്യേഷ്ഠന്മാര്, അനിയത്തിമാര്, ജ്യേഷ്ഠത്തിമാര്, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ആളുകൾ, വല്ലുപ്പ വല്ലുമ്മമാര്, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് ഖബൂൽ ചെയ്യണേ അല്ലാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുവോ അവരെ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് കൊടുക്കണേ റബ്ബേ. അവരെ കാര്യങ്ങൾ എളുപ്പമാക്കണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.